BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ഭാര്യ സഹോദരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ തിരഞ്ഞെത്തിയ കോട്ടയ്ക്കൽ പോലീസിന് ലഭിച്ചത് മാരക മയക്കുമരുന്നായ MDMA വൻ ശേഖരം. പുലാമന്തോൾ സ്വദേശിയും നിലവിൽ കോട്ടയ്ക്കൽ ഇന്ത്യന്നൂരിൽ വാടകയ്ക്ക് താമസക്കാരനുമായ ചക്കാലക്കുന്നൻ സമീറിനെയാണ് 79 ഗ്രാം MDMA പോലീസ് അറസ്റ്റ് ചെയ്തത്. ലഹരി മാഫിയയെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പ്രകാരം മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തുന്ന ആദ്യ അറസ്റ്റാണിത്. ഭാര്യയുമായുള്ള കുടുംബപരമായ തർക്കങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം സമീർ മാരകായുധം ഉപയോഗിച്ച് ഭാര്യ സഹോദരനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയെ പിടികൂടാനായി ഇന്ത്യന്നൂരിലെ വാടക വീട്ടിൽ കോട്ടയ്ക്കൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ലഹരി മരുന്ന് ശേഖരം കണ്ടെത്തിയത്. കൊണ്ടോട്ടിയിലുള്ള ഒരു ലഹരി ഇടപാടുകാരിൽ നിന്നാണ് തനിക്ക് ഈ MDMA ലഭിച്ചത് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മുൻപ് വളാഞ്ചേരി പോലീസും സമീറിനെ കഞ്ചാവ് കടത്തിയതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാൾ ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണെന്നാണ് പോലീസിന്റെ നിഗമനം. കോട്ടയ്ക്കൽ CI ദീപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. ASIമാരായ അനീഷ് ചാക്കോ, ശൈലേഷ്, SCPO സുധീഷ്, CPO ജസീം, ഡ്രൈവർ പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ വിതരണക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ ഒരു ഷമീർ എന്നൊരാളെ 79 ഗ്രാം MDMA ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഇയാൾക്കെതിരെ ഇന്നലെ ഉച്ചയ്ക്ക് അയാളുടെ അളിയനെ അയാളുടെ ഭാര്യയുടെ സഹോദരനെ അടിച്ച കാര്യത്തിനൊരു വധശ്രമത്തിനൊരു കേസെടുത്തിരുന്നു പോലീസ്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് നമ്മൾ വന്ന സമയത്ത് രാത്രി ഏകദേശം 12 മണിയോടെ ഇയാൾ വീട്ടിലെത്തിയെന്നുള്ളത് നമുക്ക് ഒരു ഇൻഫർമേഷൻ പ്രകാരം അവിടെ പോയ സമയത്ത് ഇയാൾ കാറിലിരിക്കുന്നുണ്ട്. കാറിൽ തുറന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ഇയാളുടെ കാറിൻ്റെ ഉള്ളിൽ നമുക്ക് 79 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ ആൾക്ക് വളാഞ്ചേരിയിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി MDMA ബേസിന് കേസുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ പൊതു അന്വേഷണ സമയത്ത് ഇയാൾ ഡ്രഗ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കമ്പനിയായിട്ട് നടക്കാമെന്ന് പറഞ്ഞു. കാർ വാടകയ്ക്ക് എടുത്തിട്ട് ഡ്രഗ്സിൻ്റെ വിതരണം ഉപയോഗം നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. കൂടാതെ ഫാമിലിയായിട്ട് പ്രശ്നമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ജീവിക്കുന്ന ഒരാളാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.